ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ കർണാടക തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ദർശനത്തെ പിന്തുണച്ച് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കർശന ജാഗ്രത തുടർന്ന് ആരോഗ്യവകുപ്പ്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 800 കടന്നു. ദുരന്ത മേഖലയിൽ സഹായമെത്തിച്ച് ഇന്ത്യ. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ കസാഖിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ കർണാടക തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. മൈസൂരുവിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളും വിവര സ്രോതസ്സുകളും ദിവ്യാംഗ സൌഹൃദപരമായിരിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. मेरा मानना है कि सभी सार्वजनिक स्थान सुविधाएं और सूचना के स्रोत दिव्यांग अनुकूल होने चाहिए. ऐसा होने से न केवल दिव्यांगजनों को सुविधा होगी बल्कि उन्हें ये एहसास भी होगा कि समाज उनकी चिंता करता है. നാളെ ചെന്നൈയിൽ നടക്കുന്ന സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷത്തിലും തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ടിയാൻജിൻ പ്രഖ്യാപനം. ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിബദ്ധരാണെന്നും ഭീകരവിരുദ്ധ ശ്രമങ്ങളിൽ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ വ്യക്തമാക്കി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന ഇന്ത്യയുടെ ആഗോള ദർശനത്തെ പിന്തുണച്ച ഉച്ചകോടി പ്രാദേശിക സഹകരണത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന പങ്കിനെ അംഗീകരിക്കുകയും ചെയ്തു. ഷാങ്ഹായി സഹകരണ സംഘടന ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി. പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി രാജ്യം ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കഠിനമായ സന്ദർഭങ്ങളിൽ പോലും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പുടിനുമായുള്ള സംഭാഷണം ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. इस वर्ष दिसंबर में हमारी 23वीं समिट के लिए 140 करोड़ भारतीय उत्सुकतापूर्वक आपका इंतजार कर रहे हैं. कठिन से कठिन परिस्थितियों में भी भारत और रूस हमेशा कंधे से कंधा मिलाकर चले हैं. हमारा करीबी सहयोग न केवल दोनों देशों के लोगों के लिए बल्कि वैश्विक शांति, स्थिरता और समृद्धि के लिए महत्वपूर्ण है. ബീഹാർ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതികളും തിരുത്തൽ അഭ്യർത്ഥനകളും ഇന്ന് കഴിഞ്ഞും സമർപ്പിക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദം കേൾക്കലിനിടെയാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഇവ വോട്ടർ പട്ടിക അന്തിമം ആക്കിയതിനു ശേഷമാകും പരിഗണിക്കുക. തിരുത്തൽ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിൽ വോട്ടർമാരെയും രാഷ്ട്രീയ കക്ഷികളെയും സഹായിക്കാൻ പാരാലീഗൽ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിക്കാൻ സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. വിക്രം ചൌത്തിലെയും താവിയിലെയും ദുരന്ത മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2025 നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ രാവിലെ നടക്കുന്ന സമ്മേളനത്തിലും സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ മുതൽ ഈ മാസം 4 വരെ നടക്കുന്ന 3 ദിവസത്തെ സമ്മേളനം ഇന്ത്യയിൽ കരുത്തുറ്റതും പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമായ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ പാർലമെന്റിന്റെയും നിയമസഭകളുടെയും അന്തസ്സും നിലവാരവും ഉയർത്തിപ്പിടിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഡൽഹി നിയമസഭയുടെ ആദ്യ സ്പീക്കറായ ചാർത്തിലാൽ ഗോയലിന്റെ 98ാമത് ജന്മവാർഷിക അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരും എംഎൽഎമാരും തങ്ങളുടെ മുൻഗാമികൾ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ഓർമ്മിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കേരളത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്ത് ഇറക്കിയിട്ടുള്ളതായും PCR പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങൾ ഇന്ന് സംസ്ഥാനത്തുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം കോഴിക്കോട് ചികിത്സയിലുള്ള രോഗികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. ചികിത്സാ പിഴവിൽ കുറ്റാരോപിതരായ ആരോഗ്യ പ്രവർത്തകരെ വിചാരണ ചെയ്യുന്നത് സംബന്ധിച്ച് കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേരള ഹൈക്കോടതി. കുറ്റാരോപിതർക്ക് തങ്ങളുടെ ഭാഗം ബോധ്യപ്പെടുത്തുവാനുള്ള അവസരം നൽകുന്നതിനാണ് നടപടി. 12-ന് കരട് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ജസ്റ്റിസ് VG അരുൺ ഇതിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കണമെന്നും അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 8 വർഷത്തെ സേവനങ്ങൾ വഴി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് 12 കോടിയിലധികം ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയതായി കേന്ദ്ര സർക്കാർ. 1.64 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസുകളുടെയും 1.90 ലക്ഷത്തിലധികം പോസ്റ്റ്മാൻമാരുടെയും ഗ്രാമീൺ ഡാക് സേവകരുടെയും സഹായത്തോടെ ആഗോളതലത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭങ്ങളിൽ ഒന്നായി ബാങ്ക് ഉയർന്നുവെന്നും സർക്കാർ പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് മൊബൈൽ ആപ്ലിക്കേഷൻ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. അടുത്ത മാസം 8 മുതൽ 11 വരെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പരിപാടിയുടെ ഭാഗമായാണ് ആപ്പ് പുറത്തിറക്കിയത്. ആഗോള കണക്ടിവിറ്റിയുടെ പ്രധാന ചാലകശക്തിയായി ടെലികോം മേഖല മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിവരവിനിമയം മാത്രമല്ല, വാണിജ്യം, ഉപജീവനം, വ്യക്തിബന്ധങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളെ സുഗമമാക്കുന്നതായി ടെലികോം രംഗം മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. About connectivity to every citizen on this globe, and that is true empowerment, and that empowerment in India has been led by Prime Minister Narendra Modi, where he has been extremely emphatic on the laying of this carriageway like an infrastructure arterial network across the length and breadth of our country. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 800 കടന്നതായി റിപ്പോർട്ട്. 2500-ലേറെ പേർക്ക് പരിക്കുണ്ട്. കുനാർ പ്രവിശ്യയിൽ ജലാലാബാദ് നഗരത്തിനടുത്ത് ഇന്നലെയാണ് ഭൂകമ്പം ഉണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. 15 ടൺ സഹായ സാമഗ്രികൾ കുനാറിലേക്ക് കാബൂളിലെ ഇന്ത്യൻ എംബസി അയച്ചിട്ടുണ്ടെന്ന് ശ്രീ ജയശങ്കർ അറിയിച്ചു. ദുരന്തം ബാധിച്ച 1000 കുടുംബങ്ങൾക്കായി ടെന്റുകൾ ഇന്ത്യ കൈമാറി. വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം ലഭ്യമാകുമെന്നും ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. 27ാമത് ലോക നാളികേര ദിനാഘോഷം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ നാളികേര മേഖലയുടെ പുനരുജ്ജീവനത്തിനായി നവീകരിച്ച പദ്ധതിയുടെ പ്രഖ്യാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കൃഷിമന്ത്രി പി പ്രസാദ്, വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ കസാഖിസ്ഥാൻ പോരാട്ടം. രാജ്ഗിർ ഇന്റർനാഷണൽ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ജപ്പാനെ 2-നെതിരെ 3 ഗോളുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പുരുഷ സിംഗിൾസിൽ ലോക 2ാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കരസ് ചെക്ക് താരം ജിൻ ലെഹിച്ചയെയും നൊവാക് ജോക്കോവിച്ച് ടൈലർ ഫ്രിറ്റ്സിനെയും നേരിടും. വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യന സബലെങ്ക ചെക്ക് താരം വാൻഡ്രോസോവയുമായി ഏറ്റുമുട്ടും. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ജമ്മു കശ്മീർ, ലഡാക്ക്, ഒഡീഷ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം കേരളത്തിൽ മഴയുടെ ശക്തി കുറയുകയാണ്. എന്നാൽ തീരപ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് നാളെ മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. 1ാം ഓണ ദിവസമായ വ്യാഴാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിവന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് പട്നയിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ കർണാടക, തമിഴ്നാട് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി ദർശനത്തെ പിന്തുണച്ച് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടി. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ നാശനഷ്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കർശന ജാഗ്രത തുടർന്ന് ആരോഗ്യവകുപ്പ്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 800 കടന്നു. ദുരന്ത മേഖലയിൽ സഹായമെത്തിച്ച് ഇന്ത്യ. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ കസാഖിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.